ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെന്തക്കോസ്താ തിരുനാളിന് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇന്ന് പ്രത്യേകമായിട്ട് ചിന്തിക്കുന്ന പരിശുദ്ധ റൂഹായുടെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളെക്കുറിച്ചാണ്. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒത്തിരിയും ഉത്കണ്ഠകളും അല്ലെങ്കിൽ സംശയങ്ങളും കുറേയൊക്കെ ആകാംക്ഷയും ഉണർത്തുന്ന 3 പദങ്ങളാണ് പരിശുദ്ധ റൂഹായുടെ വരങ്ങൾ, ദാനങ്ങൾ, ഫലങ്ങൾ എന്നുള്ളത്. ഇതെന്താണ് എന്ന് നമുക്കൊന്ന് വളരെ ലളിതമായിട്ട് ചിന്തിക്കാം. പരിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം: ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ദൈവഭക്തി. ഇങ്ങനെ 7 പുണ്യങ്ങൾ അല്ലെങ്കിൽ 7 ദാനങ്ങളുണ്ട്. ഇത് ഒരു വ്യക്തിയെ ശക്തിപ്പെടുത്താൻ, ആ വ്യക്തിയുടെ ആത്മാവിനെ ശക്തിപ്പെടുത്താൻ പരിശുദ്ധ ആത്മാവ് ദാനമായി നൽകുന്ന കാര്യങ്ങളാണ്. ഈ 7 കാര്യങ്ങളിലൂടെ, പ്രധാനമായിട്ട് 7 കാര്യങ്ങളിലൂടെ ഒരാത്മാവ് പൂർണ്ണത പ്രാപിക്കാൻ ശ്രമിക്കുന്നു, ശക്തിപ്പെടുന്നു, കുറച്ചും കൂടെ ദൈവാനുഭവത്തിൽ ജീവിക്കാനായിട്ട് ഒരുക്കപ്പെടുന്നു. ഇങ്ങനെ ഈ ദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ റൂഹായോട് സഹകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന പ്രകടമായിട്ടുള്ള മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുന്ന മാറ്റങ്ങളാണ് പരിശുദ്ധ റൂഹായുടെ ഫലങ്ങൾ. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം, എളിമ, ആർദ്രത, അങ്ങനെ പറഞ്ഞ് 12 എണ്ണമുണ്ട്. ഈ 12 ഫലങ്ങൾ പരിശുദ്ധ റൂഹായോട് സഹകരിക്കുന്ന ഒരു വ്യക്തിയിൽ ദൃശ്യമായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു വ്യക്തി പരിശുദ്ധ റൂഹായോടൊത്താണോ ജീവിക്കുന്നത്, റൂഹായുടെ നിമന്ത്രണങ്ങളോട്, പ്രചോദനത്തോട് സഹകരിച്ചാണോ ജീവിക്കുന്നത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത് ഈ വ്യക്തിയിൽ ഈ ഫലങ്ങൾ വെളിപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ്. അതായത് ഈശോ തന്നെയും പറഞ്ഞിട്ടുണ്ടല്ലോ, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ടത് ഈ 3 കാര്യങ്ങൾ: വരങ്ങൾ, ദാനങ്ങൾ, ഫലങ്ങൾ എന്നിവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫലങ്ങൾ തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടോ, ആനന്ദമുണ്ടോ, ക്ഷമിക്കാനും മറ്റുള്ളവരോട് പൊറുക്കാനും ദയോടെ പെരുമാറാനും ആർദ്രതയോടെ സംസാരിക്കാനും എളിമപ്പെടാനൊക്കെ നമ്മൾ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധ റൂഹായുടെ നിറവുണ്ട്, റൂഹായുടെ പ്രചോദനത്തോട് സഹകരിക്കുന്നവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ചൊരു ഉദാഹരണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെ നമുക്കൊരു തോട്ടക്കാരനായി കണ്ടു കഴിഞ്ഞാൽ, തോട്ടത്തിൽ നടന്ന ഒരു ചെടി, ആ ചെടിയുടെ വേരാണ് ദാനങ്ങൾ. ആ വേര് വളർന്ന് പുഷ്ടി പ്രാപിച്ചു കഴിയുമ്പോൾ അത് പുറപ്പെടുവിക്കുന്ന, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഫലങ്ങൾ ഉണ്ടാവും. ആ ഫലങ്ങളാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മളിൽ ഉണ്ടാവുന്നത്. അപ്പോൾ മറ്റുള്ളവർ കാണുന്നത് എപ്പോഴും ഫലങ്ങളായിരിക്കും. അപ്പം നമ്മളിൽ പരിശുദ്ധ റൂഹായുടെ നിറവുണ്ടെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താൻ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധ റൂഹായുടെ ഫലങ്ങൾ ഉണ്ടാവട്ടെ. അപ്പോൾ എന്താണ് 3ാമത് പറയാൻ ഞാൻ മാറ്റിവെച്ചിരുന്ന വരങ്ങൾ എന്നുള്ളത്? അത് സഭയെ പടുത്തുയർത്താൻ, ഈശോ പറഞ്ഞ സുവിശേഷ പ്രഘോഷണം എന്നുള്ള ദൗത്യം നിർവഹിക്കാൻ, കുറച്ചും കൂടെ ആൾക്കാരെ മാനസാന്തരത്തിലേക്ക് നയിക്കാനൊക്കെ ശക്തിപ്പെടുത്തുന്ന ദൈവിക ശക്തിയുടെ അടയാളങ്ങളാണ് വരങ്ങൾ എന്ന് പറയുന്നത്. വിവിധ തരം വരങ്ങളുണ്ട്: ഭാഷാവരം, രോഗശാന്തി വരം, അതുപോലെ തന്നെ അത്ഭുത പ്രവർത്തന വരം. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വരങ്ങളെ കുറിച്ച് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ വരങ്ങളൊക്കെയും സഭയെ പടുത്തുയർത്തുന്നതാണ്, സഭയുടെ ദൗത്യത്തിനുള്ളതാണ്. ഒരിക്കലും വരങ്ങളുടെ പിറകെ പോയി നമ്മൾ അതിന് അമിത പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ ആയി പോകാൻ പാടില്ല. നമ്മൾ നിറയേണ്ടത് പരിശുദ്ധ റൂഹായുടെ ഫലങ്ങളാണ്. എന്നാൽ വരങ്ങൾ സഭയെ പടുത്തുയർത്തുന്നവയാവണം. നമ്മുടെ വിശുദ്ധീകരണത്തിൽ നിന്നേക്കാൾ ഉപരിയായിട്ട് സഭയുടെ പടുത്തുയർത്തലിന് പരിശുദ്ധാത്മാവ് നൽകുന്ന വരങ്ങളാണ് എന്നാണ് മനസ്സിലാക്കിയിരിക്കുക. ഈശോ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റൂഹായുടെ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും സ്വന്തമാക്കി മുൻപോട്ട് പോകാൻ നമ്മെ ഈശോ സഹായിക്കട്ടെ. ആമേൻ.